പിന്നെ എന്തോ പറയുന്ന കൂട്ടുകാരല്ല എല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചോ? ഇനിയിപ്പം ചായയുടെ സമയമായി വരുന്ന 3:45 വേണ്ട, ഞാൻ ചോറ് കഴിക്കാൻ പോന്നു കേട്ടോ. എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? വേണ്ടേ, ഞാൻ ചോറ് കഴിക്കാൻ പോന്ന്. കണവ തോരന, പിന്നെ അയില പൊരിച്ചത്, പിന്നെ മുരിങ്ങയ്ക്കായ ഇട്ട് അയില കറി വെച്ചത്. ഇതൊക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ. എന്നും ഇങ്ങനൊന്നും കാണത്തില്ല, എന്നും ഒരു കറിയേം കാണത്തുള്ളൂ കേട്ടോ. ചില സമയത്തിനേയും കാണത്തുള്ളൂ. ഇന്ന് ചേട്ടന് പണിയില്ലായിരുന്നു. ഞാൻ പുറത്ത് പോയപ്പം 100 രൂപയുടെ അയില മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അതിൽ നിന്ന് 2 എടുത്ത് പൊരിച്ച് ബാക്കി മുരിങ്ങയ്ക്കായിട്ട് കറി വെച്ചതിന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒത്തിരി നാളായി ഞാൻ മുരിങ്ങയ്ക്കായിട്ട് കറി വെച്ചത്. ഞാൻ മുരിങ്ങയ്ക്ക അങ്ങനെ ഇടത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്നോട് പറഞ്ഞു, മോളെ മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു, നമുക്ക് ഒരു കറി വെക്കാമായിരുന്നെന്ന്. അങ്ങനെ ഞാൻ പിന്നെ മുരിങ്ങയ്ക്കായിട്ട് കറി വെച്ച്, പിന്നെ കണവ തോരനും വെച്ച്. പിന്നെ എല്ലാവരും ചോറൊക്കെ കഴിച്ച കൂട്ടുകാരൊക്കെ. എന്തൊക്കെയായിരുന്നു കറികൾ? കമൻ്റൊക്കെ ഇട്ട് പറയണേ എന്തൊക്കെ കഴിച്ചെന്നൊക്കെ കേട്ടോ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന? എല്ലാവരുടെ അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്ന? പിന്നെ എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി. എനിക്കുണ്ടെന്ന് വെച്ചാൽ ഇനി 3 ആങ്ങളമാരും ഉണ്ട്, ഒരു ചേട്ടത്തിയുണ്ട്, ഒരു അനിയത്തിയുണ്ട്. പിന്നെ എനിക്ക് എല്ലാവരെയും കാണുമ്പോൾ അതാ ഞാൻ ഈ പറയുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, പ്രായമുള്ളവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം. എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവരോടൊക്കെ. പിന്നെന്താ പറയുന്നത്, ഇനിയിപ്പം ചായയുടെ സമയമായി. ഇനിയിപ്പം ചോറ് കഴിച്ചാൽ പിന്നെ കുറേ കഴിഞ്ഞേ ചായയൊക്കെ കുടിക്കത്തുള്ളൂ. ഇനിയിപ്പം ചോറൊക്കെ കഴിച്ചിട്ട് 2-3 വീഡിയോയും കൂടെ ഒക്കെ പിടിക്കണം. എല്ലാവരും എനിക്ക് ലൈക്കൊക്കെ തരണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. എനിക്കൊന്നും അറിയത്തില്ല, വീഡിയോ എങ്ങനെയാണ് പിടിക്കുന്നത്, എന്തുവാ പറയേണ്ടത്, ഇതൊന്നും അറിയത്തില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ ചെയ്തിടുന്നു. എല്ലാവരും ലൈക്ക് തരണം കേട്ടോ. പിടിച്ച ഒരു ചേച്ചിയാന്നേ. ചില ആൾക്കാരൊക്കെ കെട്ട കമൻ്റ് ഇടും, ചില ആൾക്കാർ കമൻ്റ് ഇടത്തില്ല, ചില ആൾക്കാർ നല്ല കമൻ്റ് ഇടും. അതൊന്നും കുഴപ്പമില്ല, എന്തിട്ടാലും കുഴപ്പമില്ല. നമ്മൾ എല്ലാം സഹിക്കാൻ നോക്കുന്നവർക്കേ ഈ വീഡിയോ ചെയ്യാനൊക്കത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഒരു കമൻ്റ് ഇടുമ്പോഴത്തെ അവരെ വഴക്ക് പറയുക, അല്ലെങ്കിൽ അവരുടെ വീഡിയോ എടുത്തിടുക, അവരുടെ ഫോട്ടോ എടുത്തിടുക, അല്ലെങ്കിൽ അവരെ ചീത്ത വിളിക്കുക, ഞാനിതൊന്നും ചെയ്യത്തില്ല. എനിക്ക് ഒത്തില്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരു അത്രയ്ക്ക് കെട്ട കമൻ്റ് അങ്ങനെ ഇടുവാന്നെ ഞാൻ അവരെ അങ്ങ് ബ്ലോക്കാക്കി കളയാം. അതിൽ നിന്ന് അങ്ങ് എടുത്ത് കളയാം. അല്ലെ ആരും ഒന്നും പറയത്തൊന്നുമില്ല. എന്തോനെ അങ്ങനെ പറയുന്നത്? എനിക്ക് അങ്ങനൊന്നുമില്ല. എനിക്ക് എല്ലാവരോടും സ്നേഹം തന്നെ. പിന്നെ ഒരു കാര്യം കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? എല്ലാ കൂട്ടുകാർക്കും എനിക്ക് ആഗ്രഹമുണ്ട്, എല്ലാവരെയും കാണണമെന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചോറ് കഴിക്കട്ടെ, വിശക്കുന്ന നേരെ ഇത്രയായി. 3:45 കഴിഞ്ഞ് ഞാനിപ്പം ഇവിടെ ഇരുന്നപ്പോഴാണ്. ഇനിയിപ്പം ചേട്ടൻ പാല് മേടിച്ചുകൊണ്ട് വരുമായിരിക്കും. പിന്നെ വല്ലപ്പോഴൊക്കെ കടിയുണ്ട് കേട്ടോ. വല്ല ഉഴുന്ന് വടയോ പഴംപൊരിയോ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരും. ഇന്ന് ചേട്ടന് ജോലിയില്ലായിരുന്നു, ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചുമോനെ കുളിക്കുന്ന, കൊച്ചുമോളിപ്പോൾ അംഗനവാടി പോയിട്ട് വന്ന് പിന്നെ കുളിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇനി ട്യൂഷന് പോകണം കൊച്ചുമോൾക്ക്. ട്യൂഷനെന്ന് വെച്ചാൽ ചിലപ്പം ചോദിക്കുമോ കൊച്ചുമോൾ അംഗനവാടി പോയിട്ട് ട്യൂഷൻ പോകണം. അങ്ങനെയല്ല, അക്ഷരം പഠിക്കാൻ വിടുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ അക്ഷരം പഠിക്കാൻ വിടും. അങ്ങനെ പിന്നെ കൊച്ചുമാൻ ഇന്ന് പിന്നെ സ്കൂളിൽ കലാപരിപാടികളൊക്കെ, അതുകൊണ്ട് മോൻ പോയില്ലെന്ന്. അങ്ങനെ മോൻ കുളിക്കുന്നു. പിന്നെ ചേട്ടൻ പുറത്തോട്ട് പോയി, കടയിലോട്ട് പോയി, ചായക്കടയിലോട്ട് പോയി. എല്ലാവർക്കും ഉള്ളതാണല്ലേ, മിക്ക ആൾക്കാർക്കും ഉള്ളത്. ചായക്കടയിൽ പോയി ചായ കുടിച്ചില്ല, ആർക്കും ഉറക്കം വരത്തില്ല. ഭാര്യമാരോ മക്കളോ ചായ കൊണ്ട് കൊടുത്താൽ അത്രയ്ക്ക് വലിയ രുചി വരത്തില്ല കേട്ടോ. ചില ആൾക്കാർക്കുള്ളതാണ്. കുറ്റം പറയുന്നില്ല, ആരും പൊങ്കാലയൊന്നും ഇടല്ലേ ഇതൊന്നും കേട്ട്. എന്നാൽ ശരിയെന്നാ, കണ്ട എൻ്റെ ആഹാരമൊക്കെ കണ്ടല്ലോ, ഞാൻ കഴിക്കട്ടെ. ശരി എന്നാ.